നടക്കുന്ന പ്രാർത്ഥനയും ആരാധനയും 2538 ദിവസത്തിൽ നമ്മൾ ഈ രാത്രിയിൽ എത്തി നിൽക്കുന്നത്. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നും അനേകം പ്രിയപ്പെട്ട ഹാർവസ്റ്റ് കേരളം എന്ന ചാനലിലൂടെ ഇപ്പോൾ തന്നെ യൂട്യൂബിലൂടെയും ഈ തത്സമയ പ്രാർത്ഥന നമ്മോട് കൂടെ പങ്കുചേരുന്ന ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നുമായി ഞങ്ങളുടെ കൂടെ പങ്കുചേരുന്ന എല്ലാ കുടുംബാംഗങ്ങളെയും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങൾ അവൻ ഏറ്റവും അടുത്ത തുണയുമാകുന്നു. ഈ രാത്രിയിൽ നമ്മയും നമ്മുടെ കുടുംബാംഗങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. നാം എല്ലാവരും ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗീയ നല്ല പിതാവേ, നല്ല അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവ്. അങ്ങയുടെ പൊന്നുനാമത്തെ വിളിച്ചപേക്ഷിപ്പാൻ ആരാധിപ്പാൻ ഞങ്ങൾക്ക് തന്ന നല്ല അവസരങ്ങൾക്കായി 2538 ദിവസങ്ങൾക്കായി അങ്ങയുടെ വിശ്വസ്തതയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഓരോ കുടുംബാംഗങ്ങളെ അങ്ങയുടെ ബലമുള്ള കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിറഞ്ഞു കവിയുന്ന നന്മകളാൽ, അനുഗ്രഹത്താൽ, സൗഖ്യത്താൽ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങയുടെ ബലമുള്ള കരങ്ങൾ ഏൽപ്പിക്കുമ്പോൾ ഞങ്ങൾ ഒന്നറിയുന്നു കർത്താവേ. വിളിച്ചപേക്ഷിക്കുമ്പോൾ അങ്ങ് ഉത്തരമരുളുന്നവനാ, ചോദിക്കുമ്പോൾ അങ്ങ് മറുപടി തരുന്നവനാ കർത്താവേ. ഇന്ന് രാത്രി അത്യാവശ്യങ്ങളായിരിക്കുന്ന ചിലരുണ്ട് കർത്താവേ. അവരെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഉടൻ പുറപ്പെടുന്ന കർത്താവേ സൗഖ്യദായ ശക്തിയാൽ അവരെ വിടുവിക്കണം, അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എന്ന് പറഞ്ഞെങ്ങനെയാണ് നിങ്ങൾ ഭൂമിയിൽ രണ്ടുപേർ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുന്നത് ഏത് വിഷയമാണെങ്കിലും സ്വർഗസ്ഥനായി എൻ്റെ പിതാവിനും ഞാൻ നിങ്ങൾക്ക് മറുപടി നൽകി തരും. പ്രിയങ്കേല കുടുംബത്തിൽ നമ്മൾ ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ യേശു പ്രവർത്തിക്കുന്നു. കുടുംബാംഗങ്ങൾ അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വിളിച്ചറിയിക്കുന്നു. ഓരോ പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മൾ ആ പ്രാർത്ഥനാ വിഷയം എഴുതാനുള്ള ഫോമിൽ എഴുതി ഈ ഓൾട്ടറിൽ എത്തിക്കുന്നു. ശേഷം നമ്മുടെ കുടുംബാംഗങ്ങളോട് കൂടി ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ആ ഓരോ വിഷയത്തിനും കർത്താവ് മറുപടി നൽകി തരുന്നു. ഇത് ട്രിവാൻഡ്രത്തു നിന്നും ഒരു സഹോദരൻ അറിയിച്ചത് ഇങ്ങനെ മകനും മരുമകളും അവർ വിദേശത്ത് സൗദിയിൽ ജോലി ചെയ്യുന്നു. പക്ഷേ ഇരുവർക്കും പനിയാൽ വളരെയധികം ഭാരപ്പെട്ടു. നമുക്കറിയാം ഈ കോവിഡ് നിറഞ്ഞ രീതിയിൽ അവർ വളരെയധികം ഭാരപ്പെട്ടു. പക്ഷേ ഈ പിതാവ് വിളിച്ചു പറഞ്ഞു അവർക്ക് യാതൊരു കുഴപ്പവും ഇല്ലാതിരിക്കേണ്ടതുണ്ട്, എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കണം. യേശുവിനെ സൗഖ്യം അനുഭവിക്കാനിടയായി. അവർക്ക് ആ കോവിഡിൻ്റെ ടെസ്റ്റൊക്കെ വന്ന സമയത്ത് ഒരു കുഴപ്പവും ഇല്ല എന്നറിയുവാനിടയായി. മാത്രമല്ല ഇരുവർക്കും പൂർണ്ണ ആരോഗ്യം കർത്താവ് നൽകി കൊടുത്തു എന്ന് അറിയിച്ചിരിക്കുന്നു. ഈ സാക്ഷ്യം ലഭിച്ചിരിക്കുന്ന കോട്ടയത്ത് നിന്നാണ്. 19 വർഷമായി ശരീരത്തിൽ മുഴയാൽ ഭാരപ്പെടുകയായിരുന്നു. ശനിയാഴ്ച എണ്ണ പുരട്ടി പ്രാർത്ഥിക്കുന്ന ആ സമയത്ത് എണ്ണ പുരട്ടി പ്രാർത്ഥിച്ചു. അത് തനിയെ പൊട്ടി പൂർണ്ണ സൗഖ്യം ലഭിക്കാനിടയായി തീർന്നു. ഇതും അതുപോലെ തന്നെയാണ്. നെഞ്ചിൽ ഒരു മുഴ ഉണ്ടായിരുന്നു, വളരെയധികം പ്രയാസം അത് മുഖാന്തരം ഉണ്ടായിരുന്നു. ഇതാണ് പത്മകുമാർ അറിയിച്ചത്. ഇങ്ങനെയാണ് പ്രിയങ്കേലെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ രോഗമുള്ള ഭാഗത്ത് അദ്ദേഹം കരം വെച്ച് ചേർന്ന് പ്രാർത്ഥിച്ചു. പ്രത്യേകിച്ച് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവിന് അത്ഭുതകരമായ സൗഖ്യം അദ്ദേഹത്തിന് അനുഭവിക്കാൻ സാധിച്ചു. ഇപ്പോൾ ആ മുഴ അവിടെ ഇല്ല എന്നറിയിച്ചിരിക്കുന്നു. കോയമ്പത്തൂരിൽ നിന്ന് ലഭിച്ച ഒരു സാക്ഷ്യമാണ്. കഴിഞ്ഞ ദിവസം ചെസ്റ്റ് പെയിൻ വന്നു, ആൻജിയോഗ്രാം ചെയ്യണമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. ECG വേരിയേഷൻ ഉണ്ടായിരുന്നു. ഇദ്ദേഹം ചെയ്ത് ടെസ്റ്റിന് മുമ്പിൽ പ്രിയങ്കേരളയിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. വീണ്ടും ഡോക്ടേഴ്സിന്റെ അടുത്ത്
കൊണ്ടുപോയി. ഇപ്പോൾ ഒരു കുഴപ്പമില്ല, ആൻജിയോഗ്രാം ചെയ്യണ്ട എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച ഏവർക്കുമുള്ള നന്ദി അറിയിക്കും. ഷെയ്ജ് ഇവിടെ അറിയിച്ചത് ഇങ്ങനെയാണ്, അവരുടെ ആ ഒരു സ്ഥാപനത്തിൽ ഒരു കേസ് ഉണ്ടായി. ഈ വിഷയത്തിന്മേൽ വളരെയധികം ഭാരപ്പെട്ട് പ്രിയങ്കയിൽ ആ വിഷയം പ്രാർത്ഥിക്കാൻ വേണ്ടി അറിയിച്ചു. സാറ് ഇവിടെ നമ്മെ അറിയിച്ചിരിക്കുന്ന കുടുംബാംഗങ്ങൾ ചേർന്ന് പ്രാർത്ഥിച്ചു, ആ കേസ് തള്ളിപ്പോയി, ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല എന്ന് അറിയിച്ചിരിക്കുന്നു. ബ്രദറിന് പെട്ടെന്ന് വയ്യാത്ത അവസ്ഥയിലേക്ക് വന്നു, ഹോസ്പിറ്റലിലേക്ക് പോയി. പ്രൈം കേരളയിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. സ്കാനിംഗ് റിപ്പോർട്ടിൽ ഒരു കുഴപ്പമില്ല, പൂർണ്ണ സൗഖ്യമുണ്ട്. പ്രാർത്ഥിച്ചവർക്ക് നന്ദി അറിയിക്കുന്നു. മകളെ ഫാദറിൽ വളരെ സീരിയസ് സ്റ്റേജിൽ ഹോസ്പിറ്റൽ ICU-ലായിരിക്കുന്ന സമയത്താണ് ബെന്നി പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഈ വിഷയം അറിയിച്ചത്. കുടുംബാംഗങ്ങൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചു. ICU-ലായിരിക്കുന്ന പിതാവിനെ യേശു സൗഖ്യമാക്കി പ്രാർത്ഥിച്ച കുടുംബാംഗങ്ങളോടും നന്ദി അറിയിച്ചിരിക്കുന്നു. സോൻ സാർ, ഈ രാത്രിയിൽ നമുക്ക് ഒന്നിച്ച് നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പലവിധമായ പ്രയാസങ്ങളിലെ കടന്നു പോകുന്നവരുണ്ട്, രോഗാവസ്ഥയിലായിരിക്കുന്നുണ്ട്, കുടുംബത്തിൽ സമാധാനമില്ലാത്തവരുണ്ട്, ഇപ്പോൾ തന്നെ വ്യക്തിപരമായി പല വെല്ലുവിളികളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. നമ്മെ സഹായിക്കുന്ന, നമ്മുടെ അടുക്കൽ ഇറങ്ങി വരുന്ന, നമ്മെ സ്പർശിക്കുന്ന യേശുവിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ കുടുംബാംഗങ്ങളെ ഏൽപ്പിച്ച് രാത്രി ചേർന്ന് പ്രാർത്ഥിക്കാം. ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത്യുന്നതനായ യേശുവേ, ഞങ്ങൾക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ഓരോരുത്തരും തിരുക്കരങ്ങളെ ഏൽപ്പിക്കുമ്പോൾ കർത്താവേ, അങ്ങയുടെ അടിപ്പിണരാലുള്ള സൗഖ്യം ഓരോരുത്തരിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നു. ശിരസ് മുതൽ ഉള്ളംകാൽ വരെ നസറേനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പരിപൂർണമായി അവർ സൗഖ്യമായി തീരട്ടെ കർത്താവേ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങേക്ക് കഴിയാത്ത ഒരു കാര്യവുമില്ല കർത്താവേ. പ്രത്യേകിച്ച് വെല്ലുവിളികളോട് കടന്നു പോകുന്നവരെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ആ വിഷയങ്ങൾ ഇറങ്ങി നിൽക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയാലുള്ള വിടുതൽ ഇപ്പോൾ അവർ അനുഭവിക്കട്ടെ കർത്താവേ. കുടുംബങ്ങൾ നിറഞ്ഞു കവിയുന്ന സമാധാനം യേശുവിന്റെ നാമത്തിൽ ഉണ്ടാവട്ടെ. ജീവിത മേഖലയിൽ കർത്താവേ തല കുനിഞ്ഞു പോയവരുണ്ട് കർത്താവേ. നീയോ ഞങ്ങൾക്ക് ചുറ്റും പരിചയം മഹത്വം ഞങ്ങളുടെ തല ഉയർത്തുന്നവനും ആകുന്നുവെന്ന് വചനം പറയുന്നുണ്ട് കർത്താവേ. അവരുടെ തലയെ ഉയർത്തി അങ്ങയെ അവരെ മാനപാത്രമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാണക്കേടിന് പകരം ഇരട്ടി മാന്യത അവർക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചു. ഓരോ കുടുംബാംഗങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരൊരു അനുഗ്രഹമായി തീരുന്നതിനായിട്ട് നന്ദി. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രവചനം 25:4 നാം വായിക്കുന്നത്, Book of Isaiah chapter 25 verse number 4 says, "For you have been a strength to the poor,
a strength to the needy in his distress, a refuge from the storm, a shade from the heat. For the blast of the terrible ones is as a storm against the wall. ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിന് നേരെ കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ നീ എളിയവന് ഒരു ദുർഗവും ദരിദ്രന് അവൻ്റെ കഷ്ടത്തിൽ ഒരു കോട്ടയും കൊടുങ്കാറ്റിൽ ഒരു ശരണവും ഉഷ്ണത്തിൽ ഒരു തണലുമായിരിക്കുന്നു. എല്ലായിടത്തു നിന്നും ചൂടും തണുപ്പും വേദനകളും പ്രശ്നങ്ങളും അമർന്ന് നമ്മുടെ മീതെ വരുമ്പോഴും നമുക്ക് തുണയായി, നമുക്ക് സഹായമായി, നമുക്ക് അഭയമായി യേശു നമ്മോട് കൂടെ നിൽക്കുന്നു. അനിയത്തിയുടെ മകള് സീരിയസ് സ്റ്റേജിലൂടെ ആയിരുന്നു, ഹോസ്പിറ്റൽ ICUവിലും ഒക്കെ ആയിരിക്കുന്ന വേളയിൽ ഇതുപോലെ ഈ 4-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ഭയങ്കരന്മാരുടെ ചീറ്റല് പോലെ മരണം, സംഹാരതാണ്ഡവം ഇങ്ങനെ ആടുന്ന വേളയിൽ അവർ ചെയ്തത് പ്രേംകളെ ചേർന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായി. പ്രവർത്തിക്കുന്ന യേശു ഉണ്ടെന്നുള്ള ആ വിശ്വാസം അവരുടെ ജീവിതത്തിൽ രക്ഷയ്ക്കായി സംഭവിച്ചു. ചേർന്ന് പ്രാർത്ഥിച്ചു. യേശുവിൻ്റെ അത്ഭുത സൗഖ്യത്തെ ആ പ്രിയപ്പെട്ടവർക്ക് അനുഭവിപ്പാൻ കഴിഞ്ഞു. ഞങ്ങളുടെ അയൽപക്കത്തുള്ള കുഞ്ഞ് 4 വയസ്സുള്ള കുട്ടി വീടിൻ്റെ ടെറസിൽ നിന്നും താഴെ വീണ് ബോധം അവിടെ വച്ചേ പോയി. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെ 4 ദിവസം ആ കുഞ്ഞിൻ്റെ ജീവനെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്ന ഒരു സിറ്റുവേഷനിലാണ് മിസ്സസ് മോളി ജോസഫിന് റാന്നിക്കാരായി ഇവർ പ്രേയിങ് കെയറിൽ ചേർന്ന് പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്ന യേശു ഉണ്ട് എന്ന് ആരോ അവരോട് വിളിച്ച് അറിയിച്ച് സണിച്ചായ ഈ യേശു അത്ര നല്ലവൻ. അങ്ങനെ തന്നെ പ്രേയിങ് കെയറിൽ നമുക്കൊരു വിഷയം വരുമ്പോൾ നമ്മൾ ആ വിഷയം എഴുതി വെക്കുന്നു. യേശു പറഞ്ഞു, നിങ്ങൾ ഭൂമിയിൽ 2 പേർ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്ന ഏത് വിഷയത്തിനും അവിടുന്ന് മറുപടി നൽകി തരും. ഒരു ഓപ്പറേഷൻ പോലും കൂടാതെ പരിപൂർണമായ സൗഖ്യം യേശു ആ കുഞ്ഞിന് നൽകിക്കൊടുത്തു. യേശു എത്ര നല്ലവൻ. ചേർന്ന് പാടുമ്പോൾ ജീസസ്
വാക്യത്തിൽ ഇങ്ങനെയാ വായിക്കുന്നത്, നമ്മുടെ ബലം നഷ്ടപ്പെട്ടു പോകുന്ന സിറ്റുവേഷൻ ഉണ്ടാകും. കാരണം അതുപോലെ സമ്മർദ്ദം നിറഞ്ഞ സാഹചര്യത്തിലാണ് വരുന്നത്. For you have been a strength to the poor, a strength to the needy in distress, a refuge from the storm, a shade from the heat. For the blast of the terrible ones is as a storm against the wall. ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിന്റെ നേരെ കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ നീ എളിയവന് ഒരു ദുർഗവും ദരിദ്രൻ അവന്റെ കഷ്ടത്തിൽ ഒരു കോട്ടയും കൊടുങ്കാറ്റിൽ ഒരു ശരണവും ഉഷ്ണത്തിൽ ഒരു തണലുമായിരിക്കുന്നു. ഹസ്ബൻഡിന് ഹാർട്ട് അറ്റാക്ക് വന്ന് ഭയങ്കരന്മാരുടെ ചീറ്റിൽ ഒരു കൊടുങ്കാറ്റ് പോലെ മതിലിന്മേൽ അടിച്ച മതിൽ പിടർന്ന് വീഴുന്നത് പോലെ, അല്ലെങ്കിൽ എന്നാ പറയുന്നത്, ആ വീഴ്ച ഉണ്ടാകാതിരിക്കുവാൻ ആ ബലം മുഴുവൻ ഉപയോഗിച്ച് അതിനെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നത് പോലെ ഉള്ള സാഹചര്യത്തിലൂടെ ഇവർ കടന്നുപോയത്. ഹസ്ബൻഡ് ഹാർട്ട് അറ്റാക്കായി ഐസിയുവിലായി ഡോക്ടേഴ്സ് പ്രതീക്ഷ വേണ്ട എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ സന്നിധിയിൽ പ്രേംകള ചേർന്ന് പ്രാർത്ഥിച്ചു. പരിപൂർണ സൗഖ്യത്തോടെ ആയിരിക്കുന്നു. പൊന്നമ്മ ക്യാൻസർ നിമിത്തം ഓപ്പറേഷൻ കഴിഞ്ഞു, ഐസിയുവിലായിരുന്നു. പ്രേംകള ചേർന്ന് പ്രാർത്ഥിച്ചു. എബിൻ അറിയിക്കുന്നത് പരിപൂർണ സൗഖ്യത്തോടെ ആയിരിക്കുന്നു. വീണ്ടും ഫ്രണ്ട് ഐസിയുവിലായിരുന്നു. പ്രേംകള ചേർന്ന് പ്രാർത്ഥിച്ചു. പരിപൂർണ സൗഖ്യത്തോടെ ആയിരിക്കുന്നു. മുംബൈയിൽ നിന്ന് ശാന്ത അറിയിക്കുന്നു. കോട്ടയത്ത് നിന്ന് അറിയിക്കുന്ന സഹോദരൻ്റെ കുഞ്ഞ് 6 വയസ്സ് ന്യൂമോണിയ കൂടി 2 ആഴ്ചയായിട്ട് ഐസിയുവിലായിരുന്നു. അപ്പോഴാ പ്രേംകളയിൽ ചേർന്ന് പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്ന യേശു ഉണ്ടെന്ന് അവർക്ക് ആരോ പറഞ്ഞു കൊടുത്തു. ചേർന്ന് പ്രാർത്ഥിച്ചു. യേശു പരിപൂർണ സൗഖ്യത്തെ ആ കുഞ്ഞിന് നൽകിക്കൊടുത്തു. 2/9/2020 ഇവർ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അറിയിച്ചതിൻ്റെ മറുപടി ഇങ്ങനെ അറിയിക്കുന്നു. മരുമകൻ്റെ ബ്രദർ ഐസിയുവിലായിരുന്നു. തലയ്ക്കകത്ത് രക്തം കട്ട പിടിച്ച് തലയൊക്കെ തുറന്നുള്ള സർജറിയും മറ്റുമാണ് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നത്. പ്രേംകള ചേർന്ന് പ്രാർത്ഥിച്ചു. സർജറികളൊന്നും കൂടാതെ യേശു അത്ഭുതം പ്രവർത്തിച്ച് സൗഖ്യത്തോടെ ആയിരിക്കുന്നു. അതുമാത്രമല്ല, സണിച്ചായ മൊബൈൽ ഫോൺ വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ അവർ ചെയ്തത് അല്പം എണ്ണയെടുത്ത് പ്രേംകള ചേർന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് അത് ഒരു തുള്ളി എണ്ണ പുരട്ടി പ്രാർത്ഥിച്ചു. യേശു എന്നിട്ട് 2 കൊട്ടും കൂടെ കൊടുത്തു. ഫോൺ ശരിയായി. ഈ യേശു എത്ര നല്ലവൻ. നമ്മുടെ ഫോണും ശരിയാക്കി തരുവാൻ യേശു മതിയായവന്. ഫ്രണ്ട് ഐസിയുവിലായിരുന്നു. പ്രേംകള ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തിന് ചെന്നൈയിൽ നിന്ന് ഇവരറിയിക്കുന്നത് തലച്ചോറിനകത്ത് രക്തം കട്ട പിടിച്ച് അബോധാവസ്ഥയിലായിരിക്കുമ്പോഴാണ് പ്രേംകള ചേർന്ന് പ്രാർത്ഥിച്ചത്. എപ്പോൾ പ്രാർത്ഥിച്ചോ അപ്പോൾ അദ്ദേഹത്തിന് ബോധം തിരിച്ചു കിട്ടി. എഴുന്നേറ്റ് ചായ കുടിച്ചു. പ്രാർത്ഥിച്ച എല്ലാവർക്കും പ്രവർത്തിച്ച കർത്താവിനും അവർ നന്ദി അറിയിക്കുമ്പോൾ ഇന്ന് 2 മാസങ്ങളായിട്ട് വെന്റിലേറ്ററിലായിരുന്ന സഹോദരൻ ആക്സിഡൻറ്റിനെ തുടർന്ന് ഡോക്ടേഴ്സ് കൈവിട്ട് വെറുതെ നമ്മൾ പറയത്തില്ല വെജിറ്റബിൾ പോലെ കിടക്കുക. പക്ഷെ പ്രേംകള ചേർന്ന് പ്രാർത്ഥിച്ചു. യേശുവിൻ്റെ സൗഖ്യത്തോടെ അദ്ദേഹമായിരിക്കുന്നു. പ്രാർത്ഥിച്ച എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. ഇന്ന് നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. സണിച്ചായം ഇതുപോലെ സീരിയസ് സ്റ്റേജിലൂടെ ആരോഗ്യപരമായ പ്രശ്നങ്ങളിലൂടെ പോകുന്നുണ്ട്. കോവിഡ് രോഗികളുടെ വിവരങ്ങൾ ഉണ്ട്. നമുക്കിന്ന് രാത്രി അവരുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കാം. അത് തൊട്ടു മുമ്പായിട്ട് ഈ സഹോദരി അറിയിക്കുന്നത് കുലശേഖരത്തു നിന്ന് ഇവർ അറിയിക്കുന്നത് അവരുടെ സഹോദരി കോവിഡ് നിമിത്തം കുവൈറ്റിൽ സീരിയസ് സ്റ്റേജിൽ ഐസിയുവിലും വെന്റിലേറ്ററിൻ്റെ ഒക്കെ സഹായത്തിൽ ആയിരുന്നപ്പോഴും ഇവിടെ പ്രാർത്ഥനയ്ക്കായിട്ട് അറിയിച്ചത്. നമ്മൾ ചേർന്ന് പ്രാർത്ഥിച്ചു. പരിപൂർണമായ സൗഖ്യത്തോടെ ആയിരിക്കുന്നു ഈ യേശു. എത്ര നല്ലവൻ. നമുക്കിന്ന് രാത്രി ഒന്നിച്ച് പ്രാർത്ഥിക്കാം രോഗികളുടെ സൗഖ്യത്തിനായി. സണിച്ചാൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും ചേർന്ന് ഈ രാത്രി ഇപ്പോൾ നടക്കുന്ന ഈ പ്രാർത്ഥനയിൽ അതിശയങ്ങളുടെ ദൈവം ഓരോ രോഗിയെ സൗഖ്യമാക്കേണ്ടതിന് നാം ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളിപ്പോൾ വായിച്ച പോലെ കർത്താവെ, നീ ഞങ്ങളുടെ ദുർഗമായി, ഞങ്ങളുടെ തണലായി, ഞങ്ങളുടെ കോട്ടയായി, ഞങ്ങളുടെ കൂടെ ഉള്ളതിനായി സ്തോത്രം. ഏത് സാഹചര്യത്തെ മറികടക്കാനുള്ള ദൈവശക്തി അങ്ങയുടെ കരങ്ങളിലുണ്ടല്ലോ കർത്താവെ. ഐസിയുവിൽ വെന്റിലേറ്റർ അയക്കുന്ന മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. കഠിന ശോധനയോട് പോകുന്ന അനേകം മക്കളുണ്ട്. യേശു ക്രിസ്തുവിന്റെ സൗഖ്യത്തെ ഇപ്പോൾ ആ മക്കളുടെ മേൽ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുന്നു. By the mighty name of Jesus Christ, be healed in the mighty name of Jesus Christ. Now, ഇപ്പോൾ പ്രവർത്തിക്കുന്ന ദൈവശക്തി അവരുടെ മേലെ ഇറങ്ങുമാറാട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. കോവിഡ് മൂലം, ന്യൂമോണിയ മൂലം ഭാരപ്പെടുന്ന മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാട്ടെ. ക്യാൻസറിന്റെ വിവിധ സ്റ്റേജുകളിലൂടെ പോകുന്ന കർത്താവെ മക്കളുണ്ട്. കർത്താവെ, കെമോതെറാപ്പി എടുത്ത് വിഷമിക്കുന്ന മക്കളുണ്ട്. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ സൗഖ്യദായക ശക്തി ഇപ്പോൾ മക്കളുടെ മേൽ ഇറങ്ങട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞാൻ നിന്നെ സൗഖ്യമാകുന്ന യഹോവ, മാറ്റമില്ലാത്ത വചനം മക്കളുടെ മേൽ അയച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശുവേ, വിവിധ സാമ്പത്തിക ഭാരങ്ങളിലൂടെ പോകുന്ന അനേകം മക്കളുണ്ട്. കർത്താവിൻ്റെ കരങ്ങൾ ഇപ്പോൾ അവരെ തൊടുമാറാണെന്ന്
അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ സമൃദ്ധി ഇപ്പോൾ മക്കളുടെ മേൽ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുന്നു. വി വോണ്ട് യു ജീസസ്, വി വോണ്ട് യു മോർ ദാൻ എനിത്തിങ് എൽസ് ഇൻ ദ വേൾഡ്. ഞങ്ങൾക്ക് ഈ ലോകത്തിൽ അങ്ങേ മാത്രം മതി കർത്താവേ. അങ്ങ് കൂടെ ഇരുന്നാൽ കർത്താവേ ഞങ്ങൾക്ക് സൗഖ്യമുണ്ട്, വിടുതലുണ്ട്, ഞങ്ങൾക്ക് സാമ്പത്തിക ഭദ്രതയുണ്ട് കർത്താവ്. യേശുവേ, ആ മക്കളെ നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുഴഞ്ഞ ചേറ്റിൽ നിന്നും നാശകരമായ കുഴിയിൽ നിന്നും അവരെ വയറ്റി കയറ്റി നിന്റെ യേശു എന്ന പാറമേൽ നിർത്തുന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവ്. യേശുവേ, ഏതൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നാലും ഭയങ്കരമാരുടെ ചീറ്റൽ മതിൽമേൽ അടിച്ചാലും അതിനെ തകർക്കുന്ന ദൈവിക ശക്തി ഞങ്ങളുടെ മുമ്പേ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളെയും അവരുടെ ഏതൊരു ആവശ്യത്തിനാണേലും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ അത്ഭുത ദൈവിക പ്രവൃത്തി അവരുടെ ഓരോ വിഷയങ്ങളും ഇറങ്ങുമാറാവട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല മഹത്വം അങ്ങേക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ സന്നിധിയിൽ വീണ്ടും പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. സാമ്പത്തികമായ ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്ന അനേക കുടുംബങ്ങളുടെ കർത്താവേ, ജപ്തിയുടെ പക്കത്തായിരിക്കുന്നവരുടെ കർത്താവേ, അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ പൊതുവഴി അവിടുന്ന് തുറക്കണം കർത്താവേ. അതുപോലെ കർത്താവേ, കുടുംബത്തിൽ സമാധാനമില്ലാതെ മദ്യത്തിനും മയക്കിനും അടിമകളായ അനേക കുടുംബങ്ങൾ കർത്താവേ, മക്കൾ കർത്താവേ, അതുപോലെ പാൻ പരാഗ് ഉപയോഗിക്കുന്നവര്, അതുപോലെ ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്നവര്, അവരിൽ വഴക്കുണ്ടാക്കുന്നവരുടെ കർത്താവേ, യേശു കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. പ്രയാസങ്ങളെല്ലാം അവിടുന്ന് മാറ്റണം കർത്താവേ. കൊച്ചുമക്കൾക്ക് വേണ്ടി കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അനേക കർത്താവേ പുഞ്ച പൈതങ്ങൾ കർത്താവേ, പ്രായമായിട്ട് കർത്താവേ സംസാരിക്കാത്തവരുണ്ട്, അതുപോലെ നടക്കാത്തവരുണ്ട് കർത്താവേ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർ ഏത് പ്രയാസം നേരിടുന്നു ആ പ്രയാസം കർത്താവേ അവരെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ കർത്താവേ, യുവാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അനേകർ ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നുണ്ട്, ജോലിയിലെ പ്രയാസങ്ങൾ മൂലം ബുദ്ധിമുട്ടുന്നുണ്ട്, അവധി ലഭിക്കാത്തവരുണ്ട്, ശമ്പളം ലഭിക്കാത്തവരുണ്ട്. യേശു കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ജോലിയിലെ പ്രയാസങ്ങളെല്ലാം മാറ്റി കൃത്യസമയത്ത് അവധി ലഭിക്കുവാൻ, ശമ്പളം ലഭിക്കുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്റെ കർത്താവേ, എല്ലാവരും അനുഗ്രഹിക്കുന്നവർക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവെ, വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ചാരിമായ ക്ഷീണത്തിലൂടെ പ്രയാസങ്ങളിലെ കടന്നു പോകുന്നവരുണ്ട് കർത്താവെ, അങ്ങയുടെ നാമത്തെ അത്ഭുതകരമായ സൗഖ്യമാർക്ക് ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ്. യൂറിൻ പോകാൻ ബുദ്ധിമുട്ടുകളുള്ളവരുണ്ട്, അപ്പോൾ തന്നെ യൂറിൻ അറിയാതെ പോകുന്ന പ്രിയപ്പെട്ട, അതുപോലെ തന്നെ മോഷൻ പോകുന്നത് അറിയാതെ അറിഞ്ഞൊക്കെ പ്രയാസങ്ങളിലൊക്കെ കടന്നു പോകുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ സൗഖ്യം വിടുതലും അവർക്ക് ഉണ്ടാകുന്ന പ്രാർത്ഥന. ആത്മ സംബന്ധമായ രോഗത്തിലുള്ള കടന്നു പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ശ്വാസം മുട്ടനാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മ രാത്രി ഉറങ്ങാൻ പോലും പറ്റാതിരിക്കുന്ന പ്രിയപ്പെട്ടിട്ടുണ്ട് കർത്താവ്. ഇന്ന് രാത്രി ഞങ്ങൾ അവരെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഈ നിമിഷം തന്നെ അത്ഭുതമായ സൗഖ്യമാർക്ക് ഉണ്ടാകുന്ന പ്രാർത്ഥിക്കും. സുഖകരമായി കിടന്നുറങ്ങുവാൻ അങ്ങനെ സൗഖ്യമാർ അനുഭവിക്കുമാറാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഭയത്തിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ. അകാരണമായ ഭയമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിലുള്ള വിടുതൽ അവർക്ക് ഉണ്ടാകട്ടെ. ധൈര്യത്തിന്റെ ആത്മാവിനാൽ ഇപ്പോൾ തന്നെ അവർ നിറയപ്പെട്ടെ, ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെടട്ടെ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവ്. വീടിനകത്ത് മുറിക്കകത്ത് ഒതുങ്ങിപ്പോയവരുണ്ട് കർത്താവേ, ആ കർത്താവേ അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു അങ്ങ് നൽകുന്ന സ്വാതന്ത്ര്യം അവർക്ക് ഉണ്ടാകട്ടെ. അവരുടെ ചിന്താമണ്ഡലത്തിൽ സ്വാതന്ത്ര്യം ഉണ്ടാകട്ടെ. ധൈര്യത്തിന്റെ ആത്മാവിനാൽ അവർ നിറയപ്പെടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. അതേ കർത്താവേ, വിവിധ അലർജികളാൽ ഭാരപ്പെടുന്നവരെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അടിപ്പിണരാൽ ഇപ്പോൾ അവർ സൗഖ്യമായി തീരട്ടെ. വർഷങ്ങളായി മരുന്ന് കഴിച്ചിട്ട് കർത്താവ് വിട്ടുമാറാത്ത അലർജികൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമായി തീരട്ടെ. വിട്ടുമാറാത്ത തലവേദനകൾ കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശരീരത്തിൽ ഉണ്ടാകുന്ന വിവിധ പാടുകൾ യേശുവിന്റെ നാമത്തിൽ അത് മാറിപ്പോട്ടെ. പൂർണ്ണ സൗഖ്യം അവർ അനുഭവിക്കട്ടെ. തുമ്മലുകൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ കർത്താവ്. വിട്ടുമാറാത്ത ജലദോഷങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ സൗഖ്യമാക്കി പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങേക്ക് കഴിയാത്ത ഒരു കാര്യമില്ലല്ലോ. യേശു ക്രിസ്തുവിന്റെ അടിപ്പിണരാൽ ഇപ്പോൾ അവർ സൗഖ്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ ഒന്നിച്ച് കർത്താവേ നിന്റെ സന്നിധിയിലേക്ക് സ്ത്രീകളുടെ വിഷയവുമായിട്ട് കടന്നു വരികയാ. അങ്ങയുടെ അത്ഭുത പ്രവൃത്തി ഓരോരുത്തരുടെ മേലും ഇന്ന് രാത്രികാലം വെളിപ്പെടേണ്ടതിനായി ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. PCOD-യുടെ ഭാരത്താൽ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, ഉരുകി മാറേണ്ടത് ഉരുകി മാറട്ടെ. പൂർണ്ണത വരുത്തുന്ന ദൈവിക സ്വസ്ഥത ഇവരിൽ വ്യാപരിക്കട്ടെ കർത്താവേ. തൈറോയിഡിനാൽ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവേ, യേശുവിന്റെ നാമത്തിൽ അകാരണമായ ഭയത്താൽ അതേ കർത്താവേ അവരുടെ ശരീരം കർത്താവേ ഭീമാകാരമാകുന്നത് കൊണ്ട് വളരെ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവേ. ഇന്ന് രാത്രിയിൽ കർത്താവേ അങ്ങയുടെ അടിപ്പിണരുകൾ അവരിപ്പോൾ അനുഭവിപ്പാനിടയാകട്ടെ. അവരുടെ ശരീരം സ്വതന്ത്രമാകുവാൻ ഞങ്ങൾ കൽപ്പിക്കുന്നു കർത്താവേ. കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്, യേശുവിന്റെ നാമത്തിൽ കർത്താവേ ഒരു പുതിയ ജനനം അവരിൽ ഉണ്ടാകട്ടെ. അത്ഭുത പ്രവൃത്തി അവരിൽ വെളിപ്പെട്ടു. ഹല്ലേലൂയ കർത്താവേ. അതേ കർത്താവേ, പോഷകാഹാരത്തിന്റെ കുറവ് നിമിത്തം കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന വൈകല്യങ്ങൾ ഇന്ന് രാത്രികാലം അത് മാറട്ടെ. യേശുവിന്റെ അടിപ്പിണരുകളാലുള്ള സൗഖ്യം ആ കുഞ്ഞുങ്ങളിൽ വ്യാപരിപ്പാൻ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. പിതാവോട് ചെയ്തിരിക്കാൻ നന്ദി പറയുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.
You know, 1 Timothy chapter 2 verse number 1 says, എന്നാൽ സകല മനുഷ്യർക്ക് നാം സർവഭക്തിയോടും ഘനത്തോടും സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന് വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രം ചെയ്യണമെന്ന് ഞാൻ സകലത്തിനും മുൻപേ പ്രബോധിപ്പിക്കുന്നു. 1 Timothy chapter 2 verse 1. Therefore I exhort first of all that supplication, prayers, intercessions and giving of thanks be made for all men, for kings and for all who are in authority, that we may lead a quiet and peaceable life in all godliness and reverence. Bible commands us to pray for our nation, our people in authority, and for every Yes. man and woman under the sky. ആകാശത്തിന്റെ കീഴിലുള്ള സകല മനുഷ്യർക്ക് വേണ്ടി, അധികാരികൾക്ക് വേണ്ടി, രാജാക്കന്മാർക്ക് വേണ്ടി, സ്ത്രീകൾക്ക് വേണ്ടി, പുരുഷന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു. All of us know that there are so much of unrest everywhere in the world today. ഇപ്പോൾ നമ്മുടെ സാഹചര്യം എന്ന് പറയുന്നത് ലോകത്തിൽ എവിടെ തിരിഞ്ഞാലും അസ്വസ്ഥതയും സമാധാനമില്ലാത്ത അനുഭവമാണ്. Nobody knows what to do. ആർക്കും അറിയില്ല എന്ത് ചെയ്യണം. Everybody is trying to do something superb, but nothing seems to be working. എല്ലാവരും എന്തൊക്കെയോ ഇങ്ങനെ ചെയ്യുവാനുള്ള ശ്രമത്തിലാണ്, പക്ഷെ ഒന്നും പ്രാവർത്തിക പദത്തിലേക്ക് എത്തുന്നില്ല. But Bible says pray for every man, every woman under the sky. എന്നാൽ ബൈബിൾ പഠിപ്പിക്കുന്നു നാം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ലോകത്തിലുള്ള സകല മനുഷ്യർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. So let's pray especially for women folks tonight. ഇന്ന് രാത്രി നമ്മൾ ഒന്നിച്ച് സ്ത്രീ സമൂഹത്തിനായി പ്രാർത്ഥിക്കാം. എല്ലാവർക്കും വേണ്ടി, അല്ലെങ്കിൽ സകല മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് അതിനെ രണ്ടായിട്ട് നമ്മൾ വിഭജിക്കുന്നു. ഒന്ന് സ്ത്രീ സമൂഹത്തിന് വേണ്ടി പ്രേയിങ് കേരള കുടുംബം ചേർന്ന് പ്രാർത്ഥിക്കുന്നു. That every woman under the sky, just as Jesus said, woman thou art loosed. Everyone must experience the freedom of God in their lives. ഈ രാത്രി നമുക്ക് സ്ത്രീ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, സ്ത്രീയെ നീ സ്വതന്ത്രമാകാ. ഇന്ന് ആ വചനത്തിന്റെ ശക്തി ഓരോരുത്തരിൽ വെളിപ്പെടേണ്ടതിനായിട്ട് നമുക്ക് That every പ്രാർത്ഥിക്കാം. woman will become a house of prayer. ഓരോ സ്ത്രീയും യേശുവിന്റെ ആലയമായി മാറണം, പ്രാർത്ഥന ആലയമായി മാറണം. നമ്മൾ ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ്ഗ പിതാവേ, ഞങ്ങൾ യേശു കർത്താവിന്റെ നാമത്തിൽ ലോകത്തിലുള്ള സ്ത്രീ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓരോ സ്ത്രീയും യേശു കർത്താവിന്റെ ആലയമായി മാറട്ടെ. പ്രാർത്ഥനയുടെ ആത്മാവിനാൽ ഓരോരുത്തരും നിറയട്ടെ കർത്താവേ. യേശു കർത്താവുമായിട്ടുള്ള ഒരു ആഴമേറിയ ബന്ധം ഓരോ സ്ത്രീക്കും ഉണ്ടാകണം. ആരും നശിച്ചു പോകുവാൻ സമ്മതിക്കല്ലേ യേശുവേ. അവിടുന്ന് ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തകർച്ചയിൽ കൂടെ കടന്നു പോകുന്ന സ്ത്രീകളെ യേശു കർത്താവെ അവിടുന്ന് കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായി കൂടെ നിന്ന് അവരെ എല്ലാ കഷ്ടങ്ങളിൽ നിന്നും കർത്താവ് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തലകളെ കർത്താവ് ഉയർത്തണമേ. ഒറ്റപ്പെട്ടു പോയ സ്ത്രീകളുണ്ട്, ആരും സഹായിപ്പാനില്ലാതെ. ഹൃദയം തകർന്നു പോയവരുണ്ട്, അപകർഷബോധത്തിൽ കൂടെ കടന്നു പോകുന്നവർ, ആന്തരിക മുറിവിനാൽ മാനസിക രോഗികളായി പോയവരുണ്ട് കർത്താവെ. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ യേശു കർത്താവിന്റെ സൗഖ്യമാക്കുന്ന ശക്തി ഓരോ സ്ത്രീയുടെ ആന്തരിക മുറിവുകളെ ഉണക്കട്ടെ. കുടുംബ ജീവിതത്തിൽ വന്ന തകർച്ച നിമിത്തം തല കുനിഞ്ഞു പോയ സ്ത്രീകളുണ്ട് കർത്താവേ. അപ്പൊ അവർക്ക് വേണ്ടി അവിടെ നീതി വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മുറിവുകളെ കർത്താവ് ഉണക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ഇരട്ടി മാന്യത കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സമൂഹത്തിൽ അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ കർത്താവേ, രോഗത്തിൽ കൂടെ കടന്നു പോകുന്നവർ ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ തരത്തിലുമുള്ള രോഗങ്ങൾ, സ്ത്രീകൾ അനുഭവിക്കുന്ന എല്ലാ രോഗങ്ങൾ, ഹോർമോൺ ഇംബാലൻസ് നിമിത്തം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹൈപ്പോതൈറോയിഡ് യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ അലർജി പ്രശ്നങ്ങൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. മൈഗ്രെയിൻ ഹെഡേക്ക് യേശുവിൻ നാമത്തിൽ ഇപ്പോൾ ഓരോ ശരീരങ്ങളിൽ നിന്നും പുറത്തു പോകട്ടെ കർത്താവേ. ഞങ്ങൾ സ്ത്രീ സമൂഹത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ പെൺപൈതലും ഓരോ യുവതിയും യേശുവിന്റെ സംരക്ഷണം രാവും പകലും അനുഭവിക്കട്ടെ കർത്താവേ. ദുഷ്ടനോട്ടങ്ങളിൽ നിന്നും വിട്ടുവിക്കണം കർത്താവേ. സ്ത്രീ സമൂഹത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സാറേ, നമ്മളിപ്പോൾ നിൽക്കുന്നത് പ്രേയിങ് കേരള ആരംഭിച്ച 2013 ഫെബ്രുവരി മാസം 1-ാം തീയതി മുതൽ ഇവിടെ വന്ന പ്രാർത്ഥനാ വിഷയങ്ങളുടെ മധ്യത്തിലാണ്. നമുക്കറിയാം 2013 ഫെബ്രുവരി 1-ാം തീയതി മുതൽ 18 ലക്ഷത്തിന്റെ മുകളിൽ പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട് ഇവിടെ. നമുക്കറിയാം 2020 ജനുവരി മുതൽ
ഡിസംബർ വരെയുള്ള പ്രാർത്ഥനാ വിഷയമാണ് ഈ ഏറ്റവും ഫ്രണ്ടിൽ ഇരിക്കുന്നത്. നമ്മുടെ ഈ പുതിയ വർഷം 2021 ജനുവരി മാസം 1-ാം തീയതി മുതൽ ജനുവരി മാസം 31-ാം തീയതി വരെയുള്ള വിഷയങ്ങളാണ് ഇതിരിക്കുന്നത്. ഇതിന്റെ പുറകിലിരിക്കുന്ന ആ 13 തൊട്ടുള്ള വർഷങ്ങളുടെ വിഷയങ്ങളാണ്. അറിയാം, നമുക്ക് നേരത്തെ കോവിഡ് വരുന്നതിന് മുമ്പേ കുടുംബയോഗങ്ങൾ ഉണ്ടായിരുന്നു. ആ കുടുംബയോഗങ്ങൾ വന്ന വിഷയങ്ങളാണ് താഴെ ഇവിടെ ഇരിക്കുന്നത്. നമുക്ക് ഈ വിഷയത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാം. നമുക്കറിയാം, പ്രൈം കേരളയിലെ ഒരു വ്യക്തി, ഒരു കുടുംബം ഏതെല്ലാം പ്രയാസത്തിൽ കൂടി കടന്നു പോകാമോ ആ വിഷയങ്ങളെല്ലാം ഇവിടെ വിളിച്ചു പറയാറുണ്ട്. ഇതൊക്കെ വരുമ്പോഴും പ്രൈം കേരള കുടുംബങ്ങളുടെ അകത്ത് ഉറപ്പും വിശ്വാസവും പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്ന ഒരു കർത്താവ്, ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് എല്ലാ കുടുംബങ്ങളെയും നമുക്കൊന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് യേശു അവിടെ ഞങ്ങളുടെ സങ്കേതവും ബലവും കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കാൻ കർത്താവെ ഞങ്ങളുടെ സന്നിധിയിലേക്ക് കർത്താവെ ഓരോ കുടുംബങ്ങളെയും സമർപ്പിക്കുന്നു. കർത്താവെ 18 ലക്ഷത്തിൽ പരം പ്രാർത്ഥനാ അപേക്ഷകൾ കർത്താവെ അങ്ങയുടെ ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ ഒന്നറിയുന്നു കർത്താവെ, ചോദിക്കുന്നതിലും നനച്ചതിലും പരമായി അത്യന്തപരമായി കർത്താവെ തക്ക സമയത്ത് അങ്ങയുടെ വിടുതൽ കർത്താവ് ഓരോരുത്തരിലേക്കും വരും ഞങ്ങൾ അറിയുന്നു. കർത്താവെ, ഞങ്ങൾ അതിനായിട്ട് സ്തോത്രം ചെയ്ത് ഏൽപ്പിക്കുമ്പോൾ ഇന്ന് കർത്താവെ രോഗികൾ സൗഖ്യമായി തീരട്ടെ. കർത്താവെ, എല്ലാവിധ രോഗങ്ങളും കർത്താവിന്റെ അടിപ്പിണരാൽ സൗഖ്യമായി തീരുന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, പ്രയാസങ്ങളോട് കടന്നു പോകുന്നവരുണ്ട്, സാമ്പത്തികമായി പ്രയാസപ്പെടുന്നവരുണ്ട്. കർത്താവെ, അവർക്ക് വേണ്ടി കർത്താവിന്റെ വിടുതലിനെ ഞങ്ങൾ കൊണ്ടുവരുന്നു. പുത്തൻ വഴികളും വാതിലുകളും അങ്ങ് തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൽ സമാധാനമില്ലാത്ത അനേകരുണ്ട് കർത്താവെ. ഡിവോഴ്സിന്റെ വക്കിലായി കുടുംബങ്ങളുണ്ട് കർത്താവെ. കർത്താവെ, മാനസികമായി പീഡനം അനുഭവിക്കുന്നവരുണ്ട് കർത്താവെ. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിരിക്കുന്നവരുണ്ട് കർത്താവെ. അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് അവരെ സ്വതന്ത്രരാക്കി പ്രാർത്ഥിക്കുന്നു കർത്താവെ. യഹോവ കർത്താവെ അങ്ങ് അവരുടെ ബലമായി തീരട്ടെ കർത്താവെ. യഹോവരുടെ വെളിച്ചമായി തീരട്ടെ കർത്താവെ. അവരുടെ ഇരുളെല്ലാം മാറട്ടെ കർത്താവെ. അങ്ങയുടെ വെളിച്ചത്താൽ അവർ നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ വിഷയങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ അങ്ങ് അത് ചെയ്തതിനായി ചോദിച്ചാലും നനച്ചാലും പരമായി കർത്താവ് അങ്ങനെ ചെയ്ത് കൊടുത്തതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ കർത്താവെ, സ്വന്തമായിട്ട് ഭവനവും കർത്താവെ വീടുമില്ലാത്തവർക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, അവർക്ക് ഒരു ഭവനം കർത്താവെ ഉണ്ടാവാൻ അവൻ സഹായിക്കണം കർത്താവെ. ഭവനത്തിന്റെ പണികൾ തുടങ്ങി കർത്താവെ പൂർത്തീകരിക്കാൻ സാധിക്കാതെ അനേക കർത്താവെ പ്രയാസപ്പെടുകയാണ്. കർത്താവെ, ബാങ്കുകളിൽ ലോണുകൾ ചെന്നിട്ട് കർത്താവെ ലഭിക്കാത്തവരുണ്ട്. യേശു കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ അവർക്ക് നല്ല ഭവനങ്ങൾ ഉണ്ടാകട്ടെ. കർത്താവെ, ഭവനത്തിലേക്ക് പോകാൻ കർത്താവെ വഴിയില്ലാതെ അനേകർ പ്രയാസപ്പെടുന്ന കർത്താവെ, അവിടെ പ്രയാസത്തിന് അവിടുന്ന് കർത്താവെ മറുപടി കൊടുത്ത് അനുഗ്രഹിക്കുന്ന കർത്താവെ. കർത്താവെ, വസ്തു സംബന്ധമായ കേസുകളാൽ അനേക വർഷങ്ങളായിട്ട് കർത്താവ് കോടതി കയറി ഇറങ്ങുന്നുണ്ട്. യേശു കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. എത്രയും പെട്ടെന്ന് കേസുകളൊക്കെ തീരട്ടെ കർത്താവെ. സമാധാനമില്ലാത്ത കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മദ്യത്തിനും മയക്കിനും അടിമകളായി കർത്താവെ അനേക കുടുംബങ്ങൾ കർത്താവെ വലയുന്നുണ്ട്. അങ്ങനെയുള്ളവരെ യേശു കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ മദ്യാസക്തി കർത്താവെ പൂർണ്ണമായിട്ട് അവരിൽ നിന്ന് മാറട്ടെ. ദൈവീയ സമാധാനത്തോടെ കുടുംബങ്ങൾ നിറയട്ടെ. എന്റെ കർത്താവ് അനുഗ്രഹിക്കുന്ന വൻകൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സാമ്പ്രദായ കോട്ടയത്ത് നിന്ന് ഒരു മാതാവ് അറിയിച്ച കാര്യം, ആൾക്ക് ജോലിയില്ലാതെ വളരെ നാളുകളായിട്ട് വിഷമിക്കുമായിരുന്നു. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രൈം കേരളയിൽ പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാൻ തുടങ്ങിയത്. പ്രൈം കേരളയിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന യേശുണ്ട്. ആ ഉറപ്പോടെ വിശ്വാസത്തോടു കൂടെ അവർ മാർക്ക് വേണ്ടി പ്രാർത്ഥന അറിയിച്ചു. പ്രത്യേകിച്ച് ജനുവരി നടന്ന ഉപവാസ പ്രാർത്ഥനയിൽ മകൾക്ക് ജോലി കിട്ടണം, ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാണ്ട് അറിയിച്ചു. ചേർന്ന് പ്രാർത്ഥിച്ചു. പ്രൈം കേരളയിൽ എന്നാ പ്രാർത്ഥിച്ചു അന്ന് തന്നെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂ മാൾക്ക് പാസ്സാകാനും നല്ലൊരു ജോലിയിലേക്ക് പ്രവേശിപ്പാനും ദൈവം സഹായിച്ചു എന്നറിയിച്ചിരിക്കുന്നു. ഇത് 3/2/2021 ഇവർ അറിയിച്ചിരിക്കുന്നത് ന്യൂമോണിയ വളരെ കൂടി സീരിയസ് സ്റ്റേജിലായിരിക്കുമ്പോൾ ഈ കോവിഡും കൂടിയാണ്. അപ്പോൾ ഈ വിഷയം പ്രൈങ്കല ചേർന്ന് പ്രാർത്ഥിച്ചു. യേശു പരിപൂർണമായ സൗഖ്യത്തെ അവർക്ക് നൽകിക്കൊടുത്തു. ഇത് കഴിഞ്ഞ ഉപവാസ പ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞത്. എൻ്റെ കയ്യിലിരിക്കുന്നത് ഉപവാസ പ്രാർത്ഥനയുടെ വിഷയമാണ്. കഴിഞ്ഞ ഉപവാസ പ്രാർത്ഥനയിൽ ഇവർ പ്രാർത്ഥിച്ചത് 10 വയസ്സുള്ളൊരു കുഞ്ഞിന് തലച്ചോറിനകത്ത് മുഴുവൻ പഴുപ്പ് പിടിച്ച് വളരെ സീരിയസ് സ്റ്റേജിൽ ആ കുഞ്ഞിൻ്റെ കണ്ണ് നഷ്ടപ്പെട്ടു. ഓരോ അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ നിലച്ച സാഹചര്യത്തിൽ ഡോക്ടേഴ്സ് ആ കുട്ടി ഒരു കാരണവശാലും രക്ഷപ്പെടില്ല എന്ന് പറയുമ്പോഴാണ് പ്രൈം കേരളയിൽ ചേർന്ന് പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്ന യേശു ഉണ്ടെന്ന് ആരോ അവരോട് അറിയിച്ചു കൊടുത്തു. ചേർന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് അവർക്ക് ഇടയായി. കൊല്ലത്തു നിന്നുള്ള പ്രിയപ്പെട്ടവരെ ഇത് മിസ്റ്റർ സണ്ണി അറിയിക്കുന്നത്. ചേർന്ന് പ്രാർത്ഥിച്ചു. ഉപവാസ പ്രാർത്ഥനയുടെ ആ ദിവസമാണ് ഇവർക്ക്. അവരോട് ഇത് പറഞ്ഞപ്പോൾ അവർ TV ഒക്കെ തുറന്ന് ചേർന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഇടയായി. പ്രാർത്ഥിച്ച് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞിന് തലച്ചോറിന് അകത്ത് മുഴുവൻ പഴുപ്പ. ആ നഷ്ടപ്പെട്ട കാഴ്ച തിരികെ കിട്ടി. ആ കുഞ്ഞ് സൗഖ്യത്തോടെ ആയിരിക്കുന്നു. പ്രാർത്ഥിച്ച എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ നന്ദി പറയുന്നു. ഈ മാസത്തെ നമ്മുടെ ഉപവാസ പ്രാർത്ഥന നമ്മുടെ വാതിൽക്കലായി ഈ ആഴ്ച തന്നെ സാമ്പ്രദായ ഈ വരുന്ന വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ രാവിലെ 6 മുതൽ 7 വരെ ഹാർവസ്റ്റ് TVയിലുള്ള പ്രാർത്ഥനയുണ്ട്. അതിനുശേഷം വീണ്ടും പകൽ 11 മുതൽ 12 വരെയുള്ള 1.5 മണിക്കൂർ സമയം വ്യാഴം, വെള്ളി, ശനി ഈ 3 ദിവസം നമ്മുടെ ഉപവാസ പ്രാർത്ഥന തത്സമയം
സമയമായിട്ട് ഉണ്ടായിരിക്കും. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കണം, മറ്റുള്ളവരെ കൂടെ ക്ഷണിക്കണം. ചേർന്ന് പ്രാർത്ഥിക്കുക. എസ്തേറിന്റെ പുസ്തകത്തിൽ ഹാമാൻ ഇസ്രായേൽ ജനത്തെ നശിപ്പിക്കേണ്ടതിന് വേണ്ടി കാര്യങ്ങൾ ക്രമപ്പെടുത്തിയത് ഇതുപോലെ ചരിത്രത്തിൻ്റെ പിറകിലുള്ള ഒരു സമയത്ത്. നമുക്ക് വിരോധമായിട്ട് ശത്രു നമ്മൾ തിരിച്ചറിഞ്ഞാലും ഇല്ലെങ്കിലും ഉണ്ടാക്കുന്ന നമ്മുടെ നിലനിൽപ്പിനെ, നമ്മുടെ മുൻപോട്ടുള്ള ഗമനത്തെ, നമ്മുടെ വളർച്ചയെ, നമ്മുടെ വികസനത്തെ, നമ്മുടെ കുടുംബത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ, നമ്മുടെ രാജ്യത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ, നമ്മുടെ എല്ലാത്തിനും വിരോധമായിട്ട് ശത്രു ചെയ്യുന്ന പ്രവൃത്തികളുടെ മുമ്പിൽ നമ്മൾ ഒന്നിച്ച് ദൈവമുഖം അന്വേഷിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവിടുന്ന് അത്ഭുതകരമായ വിടുതൽ നമുക്ക് നൽകിത്തരും. പറ്റുമെങ്കിൽ എസ്തേറിൻ്റെ പുസ്തകം ഈ ദിവസങ്ങളിൽ എടുത്ത് വായിക്കണം. വിശദീകരണങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ഞങ്ങൾ നൽകി തന്നുകൊള്ളാം. നമുക്കൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ. സഹോദരിക്ക് 2.5 ലക്ഷം രൂപ ലോണ് തിരിച്ചടയ്ക്കാനായിട്ട് നിവൃത്തിയില്ലാതെ വന്നപ്പോൾ നമ്മൾ സാധാരണ കേൾക്കുന്നത് അവർ ആത്മഹത്യ ചെയ്തു എന്നൊക്കെ അതിനുള്ള വിവിധ വഴികളൊക്കെ നമ്മൾ തന്നെ ചിന്തിക്കാറുണ്ട് ഒരു പക്ഷെങ്കിൽ. പക്ഷേ ഇവർ ചെയ്തത് പ്രേംകല ചേർന്ന് പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്ന ഒരു യേശു ഉണ്ട് എന്ന് ആരോ ഇവർക്ക് ഒരു അറിയിപ്പ് കൊടുത്തു. അവർ അത് ആ സന്ദേശം ഇവിടെ വാട്സാപ്പിലൂടെ പ്രാർത്ഥനയ്ക്കായിട്ട് അറിയിച്ചു. ഇനിയും അതിനുള്ള മറുപടി യേശു നൽകിയതും വാട്സാപ്പിലൂടെ തന്നെയാണ് ഇവിടെ അറിയിച്ചിരിക്കുന്നത്. സിനിമ പ്രേം കേരള കുടുംബത്തിൽ നമുക്ക് വാട്സാപ്പിലൂടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കാൻ സാധിക്കും. ഇമെയിൽ സൗകര്യമുണ്ടെങ്കിൽ prayingkerala@gmail.com ഇമെയിൽ മുഖാന്തരം പ്രാർത്ഥനാ വിഷയം അറിയിക്കാൻ സാധിക്കും. ഇനി അതല്ല, എഴുത്തുകളിലൂടെ അറിയിക്കാൻ ഇത് പ്രേം കേരള കോട്ടയം 1 എന്ന് എഴുതി ലെറ്റർ അയച്ചാൽ തന്നെയും അത് നമുക്ക് ഇവിടെ കിട്ടിക്കോളും. അങ്ങനെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ അന്ന് ആ വിഷയം വന്നപ്പോൾ നമ്മളിവിടെ ചേർന്ന് പ്രാർത്ഥിച്ചു. യേശു പറഞ്ഞു, നിങ്ങൾ ഭൂമിയിൽ 2 പേർ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്ന ഏത് വിഷയത്തിനും കർത്താവ് മറുപടി നൽകി തരും. അവരുടെ ഒരു കസിന് 2 ലക്ഷം രൂപ അവർക്ക് കൊടുത്ത് സഹായിച്ചു. പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി. ഒരു വഴിയുമില്ലാതിരുന്നിടത്ത് യേശു അവർക്ക് വേണ്ടി ചെയ്ത ആ നന്മ നോക്കിക്കേ. ഈ യേശു എത്ര നല്ലവൻ. അവർക്ക് വേണ്ടി മാത്രമേ യേശു പ്രവർത്തിക്കത്തുള്ളൂ. സിനുബദരെ ഇല്ല, ദൈവത്തിന് മുഖപക്ഷമില്ല എന്ന് ദൈവത്തിന്റെ തിരുവെഴുത്ത് നമുക്ക് വ്യക്തമായി ഉറപ്പ് നൽകുന്നു. 3-4 വർഷങ്ങളായിട്ട് മകൾക്ക് കഠിനമായ തലവേദന, മൈഗ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ചികിത്സകളിലൂടെ ഒക്കെ പൊക്കോണ്ടിരിക്കുമ്പോഴാണ് പ്രേംകേരള പ്രാർത്ഥന ഇവർക്ക് സന്ദർഭവശാൽ ടെലിവിഷനിലൂടെ വീട്ടിൽ കിട്ടാനിടയായി. അപ്പോൾ ആ TV തുറന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ അവരും കൂടെ ചേർന്ന് പ്രാർത്ഥിച്ചു. സിനിമത്തിലെ ഇതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയില്ല നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രേംകേരള ശുശ്രൂഷ ആരംഭിച്ചിട്ട് 2538 ദിവസങ്ങൾ ഇന്ന് പൂർത്തീകരിക്കുമ്പോൾ ലോകത്തിൻ്റെ നാനാ രാഷ്ട്രങ്ങളിൽ നിന്ന് എത്രയോ ലക്ഷം ആളുകൾ അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, യേശു അവർക്ക് കൊടുക്കുന്ന നന്മകൾ, വിടുതലുകൾ, സാക്ഷ്യങ്ങൾ നമുക്ക് അനുഭവിക്കുവാനും കാണുവാനും കഴിയുന്നു. കർത്താവിൻ്റെ എല്ലാ നന്മയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ജപ്തി എൻ്റെ സിനിമതരെ ഈ ഓൾട്ടറിൽ കാണുന്ന എത്രയോ ലക്ഷം വ്യക്തികളുടെ ജപ്തി വിവരങ്ങളാണ് നമുക്ക് വന്നിരിക്കുന്നത് പ്രാർത്ഥനയ്ക്കായിട്ട്. പക്ഷെ കർത്താവിൻ്റെ നാമമഹത്വത്തിന് ഒന്നിച്ച് പറയട്ടെ, എനിക്ക് തോന്നുന്നു ഏറ്റവും കുറഞ്ഞ ഒരു 6 ലക്ഷം വ്യക്തികളുടെയെങ്കിലും ജപ്തി നോട്ടീസുകളുടെ വിവരങ്ങളാണ് ഈ ഓർഡറിൽ നമുക്ക് ഉള്ളത്. പക്ഷേ കർത്താവിൻ്റെ നാമമഹത്വത്തിന് ഇന്ന് രാത്രി പറയട്ടെ, ഒരു കുഞ്ഞിനു പോലും ജപ്തി ഉണ്ടായിട്ടില്ല. വീടിൻ്റെ ജപ്തി പ്രേംകേരളയെ ചേർന്ന് പ്രാർത്ഥിച്ചു. യേശു അത് ഒഴിവാക്കി തന്നു. അവർ ആ തിരിച്ചടയ്ക്കാതെ വന്നിട്ടില്ല. അവർക്ക് അടയ്ക്കാനുള്ള വഴികൾ, ആ ജപ്തിയുടെ മുമ്പിൽ അതിന് ന്യായമായ കാരണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് തിരിച്ചടയ്ക്കാനുള്ള വഴി കൂടെ യേശു അവർക്ക് ഒരുക്കി കൊടുത്തു. ഈ സന്ദർഭത്തിൽ നമ്മുടെ ജിജി സാർ ടെലഫോണിൽ നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ടെലഫോൺ കണക്ട് ചെയ്യാൻ ശ്രമിക്കട്ടെ. ഹലോ കേൾക്കാം. താങ്ക് യു സാറ്. സന്തോഷത്തോടെ ആയിരിക്കുന്നേ? സന്തോഷത്തോടെയായിരിക്കുന്നു. തീർച്ചയായിട്ടും നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കണം. ഈ ജപ്തി സംബന്ധമായ വിഷയങ്ങളിലൂടെ പോകുന്നവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചത് യേശു കൊടുക്കുന്ന മറുപടിയുടെ കാര്യമാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അടുത്തൊരു കാര്യം ഞാൻ പറയാൻ പോകുന്നത്, ഷേർലി ഇത് അറിയിക്കുന്നത്, ഹസ്ബൻഡിന് ഹാർട്ടിന് ബ്ലോക്ക് വന്നിട്ട് 20 ദിവസങ്ങളായിട്ട് രാജഗിരി ഹോസ്പിറ്റലായിരിക്കുമ്പോഴാണ് ഇവർക്ക് ഹോസ്പിറ്റലിൽ വെച്ചാണ് ആരോ പ്രേംകേരള ചേർന്ന് പ്രാർത്ഥിച്ചാൽ യേശു അത്ഭുത സൗഖ്യം നൽകി. ഇവരുമായിട്ട് ഞാൻ ഫോണിൽ സംസാരിച്ചു. കാരണം അതായത് ഇവരിവിടേക്ക് വിളിക്കുമ്പോൾ ഞാൻ ആ ടെലഫോൺ എടുത്തത് അവരുടെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കാനിടയായി തീർന്നു. പ്രേംകേരള ചേർന്ന് പ്രാർത്ഥിച്ചു. അവർ ആ സന്ദർഭത്തിൽ ബ്രദറെ എന്ന് പറഞ്ഞ് എനിക്കൊന്നൊരു 6-7 മിനിറ്റുകൾ നിർത്താതെ കരച്ചിൽ തന്നെയായിരുന്നു. അലറിക്കരയുക.
ഒത്തിരി പ്രയാസങ്ങളിലൂടെ കടന്നു പോവുക. ഈ സന്ദർഭത്തിൽ അവർക്ക് വേണ്ടി ചേർന്ന് പ്രാർത്ഥിച്ചു. നോക്കിക്കേ സിനുബദരെ 2/2/2021 അവരറിയിച്ചിരിക്കുന്നത് നോക്കിക്കേ, യേശു അദ്ദേഹത്തിന് പരിപൂർണമായ സൗഖ്യത്തെ നൽകിക്കൊടുത്തു. പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി. നമ്മൾ ഹോസ്പിറ്റലാണെങ്കിൽ അവിടെ വന്ന് സൗഖ്യമാക്കുവാൻ, വീട്ടിലാണെങ്കിൽ അവിടെ വന്ന് സൗഖ്യമാക്കുവാൻ, ഓഫീസിലോ യാത്രയിലോ ആയിരിക്കട്ടെ അവിടെ വന്ന് നമ്മെ സൗഖ്യമാക്കുവാൻ ഈ യേശു മതിയായവനാ. നമുക്കൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ജിജി സാറേ, എല്ലാവരുടെയും സൗഖ്യത്തിന് വേണ്ടി, പ്രത്യേകിച്ച് കോവിഡ് ബാധിതരായ രോഗികളുടെ സൗഖ്യത്തിനായി നാം ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ജിജി സാറ് പ്രാർത്ഥിച്ചാട്ട്. ഞങ്ങളെ കരുതുന്ന നല്ല ദൈവമേ, ഈ സമയത്ത് ഞങ്ങൾ കർത്താവെ സൗഖ്യമല്ലാതെ ആയിരിക്കുന്ന ഓരോ വ്യക്തിക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ അടിപ്പിണരായുള്ള സൗഖ്യം ഓരോരുത്തരും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കോവിഡിന്റെ ഭീതിയിലായിരിക്കുന്നവർ, കർത്താവ് ഹൃദയ സംബന്ധമായിരിക്കുന്ന രോഗികൾ, കർത്താവ് കിഡ്നി സംബന്ധമായിരിക്കുന്ന രോഗികൾ, കർത്താവ് ഏത് രോഗമായിരുന്നാലും സകല രോഗങ്ങൾക്ക് മതിയായ വൈദ്യം അങ്ങാണല്ലോ കർത്താവ്. ഇപ്പോൾ ഈ സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ രോഗികളായിരിക്കുന്ന ഓരോ വ്യക്തികളും യേശു ക്രൂശിൽ കഴിച്ച സൗഖ്യം ഉണ്ടായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരും സൗഖ്യത്തോടെ ആയിരിക്കട്ടെ, അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിന് കാരണമായി തീരട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. ആമേൻ. താങ്ക് യു ജിജി സാറെ. ടെലിഫോണിൽ വന്ന് പ്രാർത്ഥിച്ച പ്രത്യേകം നന്ദി അറിയിക്കും. തകച്ച നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കണം. ഇപ്പോൾ സാമ്രാജ്യം പറഞ്ഞ പോലെ ജപ്തിയുടെയൊക്കെ വക്കിലെത്തി നിൽക്കുന്ന അനേകം പ്രിയപ്പെട്ടവരുണ്ട്. അവർക്ക് വേണ്ടി നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ച് അതിനെക്കുറിച്ച് കാര്യങ്ങൾ ക്രമീകരിക്കില്ല, മറിച്ച് യേശുവിൽ ആശ്രയിക്കുവാൻ. യേശു പറഞ്ഞത്, നിങ്ങൾ ഭൂമിയിൽ 2 പേർ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുന്നത് ഏത് വിഷയമാണെങ്കിലും എൻ്റെ പിതാവിൽ നിന്ന് മറുപടി ലഭിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് അത്ഭുതം പ്രവർത്തിക്കട്ടെ. കഴിഞ്ഞൊരു ദിവസം ഒരു മാതാവ് വിളിച്ച് ഇവിടെ പറഞ്ഞൊരു വിഷയം ഇങ്ങനെയാണ്. അവരുടെ മകളുടെ പഠന ആവശ്യത്തിന് വേണ്ടി 4 ലക്ഷം രൂപ ബാങ്കിൽ നിന്നും ലോൺ എടുത്തു. ലോണൊക്കെ അടയ്ക്കുമെങ്കിലും പക്ഷെ അത് മുഴുവൻ അടയ്ക്കുവാൻ പറ്റിയില്ല. ഇടയ്ക്കൊക്കെ അത് മുടങ്ങിപ്പോയി. അങ്ങനെ അത് പലിശ ഉൾപ്പെടെ 8 ലക്ഷം രൂപ അടയ്ക്കേണ്ട നോട്ടീസ് വന്നു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പക്ഷെ അവരപ്പോഴും ചെയ്ത കാര്യം ആ യേശുവിൽ വിശ്വസിച്ച്, യേശുവിൽ ആശ്രയിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രേം കേരളയിലും അറിയിച്ചു. നമ്മൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചു. വീണ്ടും കഴിഞ്ഞ ദിവസം ബാങ്കിൽ നിന്ന് അവരെ വിളിപ്പിച്ച് അവിടെ ചെന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ആ 4 ലക്ഷം എടുത്തത് 8 ലക്ഷം എത്തി നിൽക്കുമ്പോൾ യേശു അവിടെ അത്ഭുതം പ്രവർത്തിച്ചു. 2.5 ലക്ഷം രൂപ അടച്ചാൽ ആ ലോൺ ക്ലോസ് ചെയ്ത് കിട്ടും. ആ ഒരു സ്റ്റേജിൽ ദൈവം അവരെ കൊണ്ടുവരും. നമുക്കൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. യേശു എന്നും പ്രവർത്തിക്കുന്നു, ഈ രാത്രിയിലും പ്രവർത്തിക്കാം. കർത്താവ് മതിയായ എന്നാൽ നമ്മൾ ഈ ആഴ്ചയിൽ പുതിയൊരു പ്രവൃത്തി ദിവസത്തിലേക്ക് പ്രവേശിക്കുക. കർത്താവിന് വലിയ പ്രവൃത്തി എല്ലാ മേഖലയിലും നമുക്ക് അനുഭവിക്കണം, പ്രത്യേകിച്ച് സാമ്പത്തിക മേഖലയിൽ അനുഭവിക്കേണ്ടതിന് വേണ്ടി നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ഈ രാത്രി നാം ഒന്നിച്ച് ചേർന്ന് ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, പ്രിയങ്കല കുടുംബം ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, സാമ്പത്തികമായ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അനേക കർത്താവെ ലോണുകൾ അടച്ചിട്ട് കർത്താവെ തിരിച്ചടയ്ക്കാൻ പ്രയാസപ്പെടുന്നവരുണ്ട്. കർത്താവെ, പലിശയും കർത്താവ് മുതലും കൂടെ അവർക്ക് ചിന്തിക്കാൻ മേലാത്ത രീതിയിൽ കർത്താവെ ആയിരിക്കുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, തിരുവനന്തപുരത്ത് ഞങ്ങൾ വായിക്കുന്നുണ്ട്, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തരം തീർത്തു കൊടുക്കുമെന്ന്. കർത്താവെ, അവരുടെ പ്രയാസങ്ങളെല്ലാം അവിടുന്ന് മാറ്റണം. കർത്താവെ, പുതുവഴികൾ അവിടുന്ന് തുറക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ കർത്താവെ, സാമ്പത്തികമായി കർത്താവെ അനേക മക്കൾ കർത്താവെ ശമ്പളം ലഭിക്കാത്തവരുണ്ട്. കർത്താവെ, യേശു കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് ഇത് ലഭിക്കേണ്ടതല്ല കർത്താവെ, അവിടുന്ന് ലഭിക്കുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ തടസ്സങ്ങളെല്ലാം കർത്താവ് മാറ്റണം, അനുഗ്രഹിക്കണം, യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. നമുക്ക് തങ്കച്ചായ നമുക്ക് വീണ്ടും ഒന്നിച്ച് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീ സമൂഹത്തിന് വേണ്ടി നമ്മൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിച്ച്, അടുത്ത് നമ്മൾ പുരുഷ സമൂഹത്തെ അനുഗ്രഹിച്ച് നമ്മൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകാൻ. തിമോത്തിയോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന സകല മനുഷ്യർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതിനകത്ത് നമ്മൾ പ്രേമിക്കാനുള്ള സ്ത്രീ പുരുഷൻ എന്ന് 2 കൂട്ടരെ എടുത്ത് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് രാത്രി നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാം. അമ്മയുടെ ഉദരത്തിൽ ഇപ്പോൾ ഉരുവായിരിക്കുന്ന ആൺകുഞ്ഞു മുതൽ ഏറ്റവും പ്രായമായ ആ പിതാവിന് വേണ്ടി വരെ നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവവചന പ്രകാരം ഓരോ പുരുഷനും ദൈവത്തിന് പ്രാർത്ഥനാലയമായി മാറേണ്ടതിന്, അവർക്കും മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി മാറേണ്ടതിനായി ഈ രാത്രി നാം ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവായ യേശുവേ, അങ്ങയുടെ ബലമുള്ള കരങ്ങളിലേക്ക് ഓരോ പുരുഷനെയും മുഴു ലോകത്തിലുമുള്ള ഓരോ പുരുഷ സമൂഹത്തെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്ക് തന്നെ മറ്റുള്ളവർക്കും അനുഗ്രഹമായി തീരട്ടെ. കർത്താവെ, അങ്ങയുടെ വചനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേൽ എൻ്റെ ആത്മാവിനെ പകരും. കർത്താവെ, ഞങ്ങളുടെ പുത്രന്മാർ കർത്താവെ പ്രവചിക്കുന്നവരായി തീരട്ടെ. ഞങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കുന്നവരായി തീരട്ടെ. ഞങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണുന്നവരായി തീരട്ടെ. കർത്താവെ, തല കുനിഞ്ഞിരിക്കുന്ന അനേക പുരുഷന്മാരുണ്ട്. കർത്താവെ, അവരുടെ തലയെ ഉയർത്തണം. കർത്താവെ, ഇരട്ടി മാന്യതയാൽ അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബനാഥന്മാരായിരിക്കുന്നവരുണ്ട്. കർത്താവ്, വിവിധ അധികാര പദവികളായിരിക്കുന്നവരുണ്ട്. കർത്താവെ, അങ്ങയുടെ ജ്ഞാനത്താൽ അവരെ നിറയ്ക്കണം. കർത്താവെ, ദൈവ ആലോചനയാൽ അവർ നയിക്കപ്പെടട്ടെ. കർത്താവെ, അവർ മുഖാന്തരം രാജ്യങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർ സമാധാനം ഉണ്ടാക്കുന്നവരായി തീരട്ടെ. കർത്താവെ, അവർ പണിയുന്നവരായി, അവർ കേടുപോക്കുന്നവരായി, അവർ നന്നാക്കുന്നവരായി മാറട്ടെ. കർത്താവെ, അവർ മുഖാന്തരം കർത്താവ് ലോകത്തെല്ലായിടത്തും കർത്താവെ സമാധാനവും സമൃദ്ധിയും അനുഗ്രഹവും ഉളവാകട്ടെ. കർത്താവെ, ഞങ്ങൾ ഒരിക്കൽ കൂടെ പുരുഷ സമൂഹത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ ഉദരത്തിൽ ഉരുവായ കുഞ്ഞിനെ തൊട്ട് കർത്താവെ ഏറ്റവും പ്രായമുള്ള പുരുഷനെ വരെ അങ്ങയുടെ ബലമുള്ള കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ
അങ്ങനെ ചെയ്തതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ഹാൻസ് ബ്രദർ, നമ്മൾ വരുന്ന ആഴ്ചയിൽ നമ്മുടെ ഉപവാസ പ്രാർത്ഥന ഈ വരുന്ന വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ നമ്മൾ നടക്കുക. നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഉപവാസ പ്രാർത്ഥന അനേകം പ്രിയപ്പെട്ടവർ പങ്കെടുക്കുവാൻ അവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങിക്കിട്ടാൻ വേണ്ടി പ്രാർത്ഥന ചോദിച്ചു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ഈ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്ന ജോലി ഇല്ലാതെ നിൽക്കുന്ന അനേകം പ്രിയപ്പെട്ടവർ, പ്രത്യേകിച്ച് നാളെ പുതിയൊരാഴ്ചയുടെ ആരംഭ പ്രവൃത്തി ദിവസത്തിലേക്ക് പ്രവേശിക്കുക, പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോൾ തന്നെ ജോലിയില്ലാതെ നിൽക്കുന്ന പ്രിയപ്പെട്ടവർ, ജോലി അന്വേഷിക്കുന്നവരുണ്ട്, ദൈവം അവരെ സഹായിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കും. വിദേശ രാജ്യങ്ങളും അപ്പോൾ തന്നെ നമ്മുടെ നാട്ടിലും പല പ്രിയപ്പെട്ടവർ ജോലി നഷ്ടപ്പെട്ടു പോയിട്ട് നിൽക്കുന്ന ആ പ്രിയപ്പെട്ടുണ്ട്, അവർക്ക് വേണ്ടി ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ പഠിത്തം കഴിഞ്ഞ് വർഷങ്ങളായി ഇതുവരെ നല്ലൊരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടില്ല, അങ്ങനെയുള്ള വിഷമിക്കുന്നവരുണ്ട്. അപ്പോൾ തന്നെ ജോലിയുണ്ട്, സാലറി കൃത്യസമയത്ത് ലഭിക്കുന്നില്ല, അങ്ങനെ പ്രയാസപ്പെടുന്നവരുണ്ട്. ഇന്ന് രാത്രി നമ്മൾ ഒന്നിച്ച് ജോലി സംബന്ധമായ വിഷയങ്ങളിലൂടെ കടന്നു വന്ന് സകലരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോകുക. ജോലിയിൽ ഉയർച്ച ലഭിക്കേണ്ട പ്രിയപ്പെട്ട, പ്രൊമോഷൻ ലഭിക്കേണ്ടവരുണ്ട്, നല്ലൊരു ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ട്. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, Lord Jesus, I just give you praise and thanks for this evening once again, oh Lord God. Thank you, Lord, for the new week ahead that we're going to see, Lord Jesus. Lord Jesus, as we pray tonight for each and every people who are unemployed, Lord Jesus. I pray for people in Kerala, Lord, in India, Lord, in the Middle East and the Europe and in the US and Canada, Lord. Right now, oh Lord, I pray, Lord Jesus, doors are going to open for them this coming week, Lord God. I pray for new job appointments, oh Lord God. I pray for new established new people in new places, oh Lord, this coming week, Lord, I pray, Lord. Lord Jesus, as we pray, Lord God, I pray for financial stability for each and every person right now, oh Lord God. I pray, Lord God, for each and every salary that's been withheld, oh Lord, will be released soon to them, Lord God. Lord, I just pray, Lord Jesus, each and every one will be blessed, Lord God. All this I ask in your holy name, I pray. ആമേൻ. നമുക്ക് ഇന്ന് രാത്രി നമ്മൾ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണം. നമ്മുടെ രാജ്യത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് കോവിഡ് നിറഞ്ഞു നിൽക്കുന്ന ഈ അന്തരീക്ഷത്തിൽ ദൈവം നമ്മുടെ രാജ്യത്തിന് സൗഖ്യം നൽകി കൊടുക്കണം. അപ്പോൾ തന്നെ ലോക രാജ്യങ്ങളെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാൻ, രാജാക്കന്മാർക്ക് വേണ്ടി, അധികാരസ്ഥർക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കണം, യാചിക്കണം, പക്ഷപാതം ചെയ്യണം, സ്തോത്രം ചെയ്യണം എന്നും നമ്മൾ തിമോത്തിയോസിന്റെ ലേഖനത്തിനകത്ത് നമ്മൾ വായിക്കുന്നു. ഇന്ന് രാത്രി നമ്മുടെ രാജ്യത്തെ ഇന്ത്യയെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ തന്നെ ലോക രാജ്യങ്ങളെയും സൗഖ്യത്തിന് വേണ്ടി ഇന്ന് രാത്രി നാം ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ലോകരാജ്യങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓരോ രാജ്യത്തിന്മേലും കർത്താവെ അങ്ങയുടെ സൗഖ്യത്തെയും സമൃദ്ധിയെയും ഞങ്ങൾ കൊണ്ടുവരുന്ന കർത്താവെ, പരിശുദ്ധാത്മാവിനാൽ ഓരോ ഭരണാധികാരികളും കർത്താവെ തീരുമാനങ്ങൾ എടുക്കട്ടെ കർത്താവെ. കർത്താവെ അവർ മുഖാന്തരം കർത്താവെ സമാധാനം ഉണ്ടാകട്ടെ കർത്താവെ, സമൃദ്ധി ഉണ്ടാവട്ടെ കർത്താവെ. കർത്താവെ അങ്ങയുടെ കരങ്ങളിലേക്ക് പ്രത്യേകിച്ച് ഇന്ത്യയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ സംസ്ഥാനങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ചതിവുകളില്ലാത്ത, വഞ്ചനയില്ലാത്ത കർത്താവെ, സമൃദ്ധമായ പട്ടിണിയില്ലാത്ത ഒരു രാജ്യമായിട്ട് ഞങ്ങളുടെ രാജ്യം മാറട്ടെ കർത്താവെ. കർത്താവെ എല്ലാ മണ്ഡലങ്ങളും അനുഗ്രഹിക്കപ്പെട്ട കർത്താവെ, ബിസിനസ് മേഖലകൾ അനുഗ്രഹിക്കപ്പെട്ട കർത്താവ്, കാർഷിക മണ്ഡലം അനുഗ്രഹിക്കപ്പെട്ട കർത്താവ്, വിദ്യാഭ്യാസ മേഖല അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവെ. പരിശുദ്ധാത്മാവിനാൽ ഇന്ത്യ നയിക്കപ്പെടട്ടെ കർത്താവെ. ലോക രാജ്യങ്ങൾക്ക് ഇന്ത്യ ഒരു മാതൃകയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ എല്ലാ പകർച്ചവ്യാധികളിൽ നിന്നും രാജ്യം പുറത്തു വരട്ടെ കർത്താവെ. 100% കർത്താവെ ഓരോ വ്യക്തികളും സൗഖ്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. അതെ കർത്താവെ, ലോക രാജ്യങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വീഡന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. നോർവേ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കും. ദൈവിക സൗഖ്യത്താൽ ആ രാജ്യം നിറയപ്പെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നെതർലൻഡ്സിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കോവിഡിൽ നിന്ന് കർത്താവ് രാജ്യത്ത് പൂർണ്ണമായി വിടുവിക്കും, സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പോർച്ചുഗലിനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അവിടെയുള്ള അധികാരികളെ, ജനത്തെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. ദൈവ അനുഗ്രഹത്താൽ അവർ നിറയപ്പെട്ടെ. ഫിൻലൻഡിനെയും ഞങ്ങൾ നിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് ഡെൻമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. രാജ്യം അനുഗ്രഹിക്കട്ടെ കർത്താവേ. അവിടുത്തെ ഭരണാധികാരികൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾ സ്വിറ്റ്സർലൻഡിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആ രാജ്യം അനുഗ്രഹിക്കപ്പെട്ട കർത്താവേ, ഭരണാധികാരികൾ അനുഗ്രഹിക്കപ്പെട്ട കർത്താവേ. ഞാൻ അയർലൻഡിനെ യേശു കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആ രാജ്യം അനുഗ്രഹിക്കട്ടെ കർത്താവേ. ഐസ്ലൻഡിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. രാജ്യത്തെ ഓരോ ജനങ്ങളെയും യേശു കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഞങ്ങൾ ബെലാറസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ രാജ്യം അനുഗ്രഹിക്കട്ടെ. അതേ കർത്താവേ, ഓസ്ട്രേലിയ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അങ്ങയുടെ സൗഖ്യത്തെ ആ രാജ്യത്തിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നു കർത്താവ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഹംഗറി സ്വതന്ത്രമായി തീരട്ടെ. എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞു മാറട്ടെ കർത്താവേ. കർത്താവെ അനുഗ്രഹിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഈ സമയത്ത് നമ്മൾ എണ്ണയും വെള്ളവും ഡോക്യുമെന്റ്സ്
സ്നാക്സുകളും ആഹാരപദാർത്ഥങ്ങളൊക്കെ എടുത്തു വെച്ച് പ്രാർത്ഥിക്കുന്ന സമയം അതിനുവേണ്ടി നമ്മൾ തയ്യാറെടുക്കുന്നു. നമ്മുടെ കുടുംബാംഗങ്ങൾ അതെടുക്കുന്ന സമയം കൊണ്ട് നമുക്കറിയാം ഈ വരുന്ന വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ നമ്മുടെ ഉപവാസ പ്രാർത്ഥന നടക്കാൻ പോകുക. തിങ്കൾ മുതൽ ശനി വരെ എല്ലാ ദിവസവും രാവിലെ 6 മുതൽ 7 വരെ ഹാർവസ്റ്റ് TV-യിലൂടെ, അപ്പോൾ തന്നെ യൂട്യൂബിലെയും തത്സമയ പ്രാർത്ഥനയും ആരാധനയും ഉണ്ട്. അതുകൂടാതെയാണ് എല്ലാ ദിവസവും വൈകിട്ട് 7 മുതൽ 8 വരെ ഹാർവസ്റ്റ് കേരളത്തിലൂടെയും അപ്പോൾ തന്നെ യൂട്യൂബിലൂടെയും ഈ പ്രാർത്ഥന ലോകരാജ്യങ്ങൾക്ക് എത്തിച്ചേരുന്നത്. രാവിലെ നടക്കുന്ന ഈ ഹാർവസ്റ്റിൽ കൂടിയാണ് നമ്മുടെ ഉപവാസ പ്രാർത്ഥന നടക്കുന്നത്. രണ്ടാമത്തെ ആഴ്ച വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ 11 മുതൽ രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 12 വരെയാണ് നമ്മുടെ ഉപവാസ പ്രാർത്ഥന നടക്കുന്നത്. നമുക്ക് ഒന്നിച്ച് അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അനേകം പ്രിയപ്പെട്ട ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് നമ്മോടുകൂടെ ഒന്നെങ്കിൽ ഹാർവസ്റ്റ് TV-യിലൂടെ അല്ലെങ്കിൽ യൂട്യൂബിലൂടെ ആ പ്രാർത്ഥനയെ പങ്കുചേരും. നാം എവിടെയാണെങ്കിലും നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിപ്പാൻ, ഒന്നിച്ച് ആരാധിപ്പാൻ ദൈവം തന്നിരിക്കുന്ന പ്രിയങ്കൽ എന്ന ഈ സൗകര്യത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇത് പത്തനംതിട്ടയിൽ നിന്ന് ഒരു മാതാവ് അറിയിച്ചിരിക്കുന്ന മകന് കിഡ്നി സ്റ്റോൺ നിമിത്തം വളരെയധികം പ്രയാസം അനുഭവിക്കുക. മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിലും അവന് യാതൊരു വ്യത്യാസവുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഉപവാസ പ്രാർത്ഥനയിൽ മകൻ്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥന ആവശ്യപ്പെട്ട് ചേർന്ന് പ്രാർത്ഥിച്ചു. യേശു മകന് പൂർണ്ണ സൗഖ്യം നൽകി കൊടുത്തു എന്ന് അറിയിച്ചിരിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്ന് സഹോദരി വിളിച്ചു പറഞ്ഞു അവരുടെ 1 ലക്ഷം രൂപ കാണാതെ പോയി, എങ്ങനെയെന്ന് അറിയാൻ മേല. ആ സമയത്ത് തന്നെ പ്രിയങ്കലെ വിളിച്ചു പറഞ്ഞു എനിക്ക് ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനാപരമായിട്ട് അന്ന് തന്നെ വിളിച്ചു പറഞ്ഞു അവർക്ക് രൂപ ലഭിച്ചു എന്ന്. ആമേൻ. ഇത് കായംകുളത്തു നിന്നാണ് അറിയിച്ചിരിക്കുന്നത്. മകന് ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുത്തു. ഈ സമയത്തെല്ലാം അവന് കാലിന് വേദനയായിരുന്നു. പക്ഷെ ഉപവാസ പ്രാർത്ഥന തീർന്നപ്പോൾ അവന്റെ കാലിന് വേദന പൂർണ്ണമായിട്ടും മാറി എന്ന് അറിയിച്ചിരിക്കുന്നു. കൊല്ലത്ത് നിന്ന് ഒരു മാതാവ് വിളിച്ചു പറഞ്ഞ അവർക്ക് തലയിൽ മുഴുവൻ വന്ന താരൻ കൂടുതലായിരുന്നു. നമുക്കറിയാം കഴിഞ്ഞ മാസം നടന്ന ഉപവാസ പ്രാർത്ഥനയിലെ ആ വിഷയം പറഞ്ഞ് പ്രാർത്ഥിച്ചു. നമ്മൾ ഇതുപോലെ എണ്ണയും വെള്ളം എടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്. ആ സമയത്ത് ആ മാതാവ് അവരുടെ വീട്ടിൽ തന്നെ എണ്ണ അവരുടെ തലയിൽ തെച്ച് പ്രാർത്ഥിച്ചു. ആ താരന്റെ പ്രയാസം പൂർണ്ണമായിട്ട് മാറിയതായിട്ട് വിളിച്ചു പറഞ്ഞിരിക്കുന്നു. നമ്മൾ ഈ എണ്ണയും വെള്ളമെടുത്ത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ തിരുവചനത്തിനകത്ത് യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 14-15 വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെയാ വായിക്കുന്നത്. നിങ്ങൾ ദീനമായി കിടക്കുന്നവൻ സഭയിൽ നിന്ന് മൂപ്പന്മാരെ വരുത്തിട്ട് അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്നാൽ വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. ആ വചനത്തിലും യേശുവിലുള്ള വിശ്വാസത്തിന്റെ അടയാളമായി എടുത്തു വെച്ചിരിക്കുന്ന വസ്തുക്കളുടെ മേൽ കരങ്ങൾ വെച്ച് നാം ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, പിതാവേ, ഞങ്ങൾ ഒന്നിച്ച് കർത്താവെ എടുത്തിരിക്കുന്ന എണ്ണയ്ക്കായി ഞങ്ങൾ വെള്ളത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് അതിന്റെ മേൽ ആവസിച്ച് അത്ഭുത വിഷയമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏത് വിഷയത്തിനു വേണ്ടി അവരത് വെള്ളം കുടിക്കുന്നുവോ അതിന് അപ്പോൾ തന്നെ അവർക്ക് സൗഖ്യവും വിടുതലും ശരീരത്തിൽ അനുഭവിപ്പാൻ ഇടയാകേണ്ടതിനായി ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അതുപോലെ എണ്ണ പുരട്ടുന്നവര് കർത്താവെ അടുപ്പിണരുകളാലുള്ള സൗഖ്യം അവരുടെ ശരീരാത്മദേഹിയിൽ വ്യാപരിക്കട്ടെ. ഓരോരുത്തരുടെയും ഡോക്യുമെന്റ്സിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ തടഞ്ഞു കിടന്ന സകല നന്മകളും യേശുവിന്റെ നാമത്തിൽ തുറന്നു വരേണ്ടതിന് ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ഭദ്രത ഉണ്ടാകേണ്ടതിന് കർത്താവെ അവരുടെ പാസ്ബുക്കുകളെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. താക്കോലുകളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. എല്ലാവിധ നന്മകളും അഭിവൃദ്ധി ഓരോ വ്യക്തികൾക്കും ഉണ്ടാകേണ്ടതിന് ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. പിതാവ് ചെയ്തിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. വീണ്ടും നാളെ രാവിലെ 6 മുതൽ 7 വരെ ഹാർവസ്റ്റ് TV-യിലൂടെ നമുക്ക് തത്സമയമായിട്ട് പ്രാർത്ഥന ആരാധനയുണ്ട്. ഇന്ന് രാത്രിയിൽ ഉറങ്ങേണ്ട സമയത്ത് സുഖകരമായി കിടന്ന് ഉറങ്ങുവാൻ ഓരോരുത്തരും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കും. പല പ്രിയപ്പെട്ട പ്രിയങ്കലിലേക്ക് വിളിച്ച് പറഞ്ഞ് ഞങ്ങൾക്ക് ഉറക്കം കിട്ടുന്നില്ല, ഉറങ്ങുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്നറിയിച്ചു. പല പ്രിയപ്പെട്ട ഉറങ്ങുവാൻ വേണ്ടി മരുന്നുകൾ എടുക്കുന്നവരുണ്ട്. പക്ഷെ എന്നിട്ടും അവർക്ക് ഉറങ്ങുവാൻ സാധിക്കുന്നില്ല. നമുക്ക് നല്ല ഉറക്കം തരുന്ന കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ കുടുംബാംഗങ്ങളെയും പ്രിയപ്പെട്ടവരൊക്കെ ഏൽപ്പിച്ച് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ തന്നെ നമ്മൾ ഉറങ്ങുമ്പോഴും ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ടവരും
പ്രിയപ്പെട്ടവരുണ്ട്. അവരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് വാഹനം ഓടിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, മറ്റ് ആൾക്കാരുണ്ട്, മറ്റ് ജോലിയിലായിരിക്കുന്നുണ്ട്, നമ്മുടെ പോലീസുകാരുണ്ട്, പട്ടാളക്കാരുണ്ട്, അപ്പോൾ തന്നെ ആരോഗ്യ പ്രവർത്തകരുണ്ട്. അവരൊക്കെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ രാത്രി ദൈവിക സംരക്ഷണം നമ്മുടെ എല്ലാ മേഖലയിലും ഉണ്ടാകട്ടെ. നമ്മൾ ഓരോരുത്തരും പാർക്കുന്ന നമ്മുടെ ദേശത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തെ ഒരിക്കലും ദൈവകരങ്ങളിലേക്ക് ദൈവിക സംരക്ഷണം ഈ രാത്രിയിൽ നമുക്ക് നമ്മുടെ ചുറ്റുപാട് നമ്മുടെ രാജ്യത്തും ഉണ്ടാകേണ്ടതിനായി നാം ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, ഞങ്ങളുടെ വചനം പറഞ്ഞു, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലേ യഹോവേ എന്നെ നിർഭയം വസിക്കുമാർ. ഓരോരുത്തരും കർത്താവെ സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ, നിർഭയം വസിക്കേണ്ടത് ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. അങ്ങയുടെ സൗഖ്യവും വിടുതലും ക്ഷേമവും ഓരോരുത്തരും കർത്താവെ വ്യാപരിക്കട്ടെ കർത്താവെ. അതുപോലെ തന്നെ ഇപ്പോൾ ജോലിക്കായി പുറപ്പെടുന്നവരുണ്ട് കർത്താവ്, അങ്ങ് അവരോട് കൂടെ പോകണം കർത്താവെ. അവരുടെ ജോലിയിൽ അനുഗ്രഹം അവർ കൽപ്പിച്ചാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരും യേശു തരുന്ന സൗഖ്യത്താൽ, അനുഗ്രഹത്താൽ, വിടുതലാൽ കർത്താവെ അനുഗ്രഹിക്കപ്പെട്ടിട്ട് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ ബ്രിങ്കിൽ ഓൾട്ടറിൽ 18 ലക്ഷത്തോളം വ്യക്തികളുടെ കുടുംബങ്ങളുടെ വിവരങ്ങൾ ഉള്ളത്. 2013 ഫെബ്രുവരി 1-ാം തീയതിയിൽ ബ്രിങ്കിലെ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ ആദ്യം വിളിച്ച ആ വ്യക്തിയുടെ മുതലുള്ള പ്രാർത്ഥനാ വിഷയങ്ങൾ ആ ഓൾട്ടറിലേക്ക് ഇന്ന് രാത്രിയിൽ നമ്മുടെ കുടുംബാംഗങ്ങൾ ലോകത്തിന് ഏത് രാജ്യത്തെ പാർക്കുന്നെങ്കിലും അവരെയൊക്കെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഒരിക്കലും നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കും. യോഹന്നാന്റെ സുവിശേഷം 10:10 നമ്മളിങ്ങനെ വായിക്കുന്ന, യേശു പറഞ്ഞു, ഞാൻ വന്നത് ജീവനെ നൽകുവാനും സമൃദ്ധമായ ജീവനെ നൽകുവാനും. നമ്മുടെ കുടുംബാംഗങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും യേശുവിന്റെ സമൃദ്ധമായ ജീവൻ അനുഭവിക്കേണ്ടതിനായി നാം ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. 2013 ഫെബ്രുവരി മാസം 1-ാം തീയതി മുതൽ കർത്താവെ ഇവിടെ വിളിച്ചിരിക്കുന്ന ഓരോ വിഷയങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അനേക കർത്താവ് ഇന്ന് സമാധാനമില്ലാതെ, കർത്താവ് ഇന്ന് ഉറക്കമില്ലാതെ, കർത്താവ് ഈ രാത്രിയിൽ കർത്താവ് ഉറങ്ങാൻ സാധിക്കാതെ പ്രയാസപ്പെടുന്നവരുണ്ട്. അനേകരുടെ വിഷയങ്ങൾ വിളിച്ചു വന്നിട്ടുണ്ട്. അവർക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ഈ രാത്രിയിൽ കർത്താവെ അവർ നല്ലവണ്ണം ഉറങ്ങട്ടെ. എന്റെ കർത്താവെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം കർത്താവെ. എന്റെ കർത്താവ് അനുഗ്രഹിക്കുന്ന വൻകുറയ്ക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ.